തിരുവൾത്താരയിൽ അണിചേർന്നിടാം, അനുതാപമോടെ ബലിയേകിടാം. കാൽവരിയാഗത്തിനോർമ്മയുമായി ആബാ പിതാവിന് ബലിയേകിടാം. തിരുവൾത്താരയിൽ അണിചേർന്നിടാം, അനുതാപമോടെ ബലിയേകിടാം. കാൽവരിയാഗത്തിനോർമ്മയുമായി ആബാ പിതാവിനു ബലിയേകിടാം. പൂർണ്ണ മനസ്സാൽ ഒന്നു ചേരാം, പൂജ്യമീ ബലിയേകിടാം. പൂർണ്ണ മനസ്സാൽ ഒന്നു ചേരാം, പൂജ്യമീ ബലിയേകിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. സ്നേഹത്തോടെ ബലിയർപ്പിച്ചിടാം. കാൽവരിമലയിൽ ജീവനേകിയ ദിവ്യനാഥന്റെ ഓർമ്മയ്ക്കായി, കാൽവരിമലയിൽ ജീവനേകിയ ദിവ്യനാഥന്റെ ഓർമ്മയ്ക്കായി, മാലാഖവൃന്ദങ്ങളോടു ചേർന്ന് സ്വർലോകനാഥനെ വാഴ്ത്തുകയായി. മാലാഖവൃന്ദങ്ങളോടു ചേർന്ന് സ്വർലോകനാഥനെ വാഴ്ത്തുകയായി. ഇതു ത്യാഗത്തിൻ പുണ്യബലി, സ്നേഹതാതന്റെ ദിവ്യബലി. ഇതു ത്യാഗത്തിൻ പുണ്യബലി, സ്നേഹതാതന്റെ ദിവ്യബലി. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. ഒരു മനമോടണയാം, ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. സ്നേഹത്തോടെ ബലിയർപ്പിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയമുള്ള ദൈവജനമേ, മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഏറെ സന്തോഷത്തോടെ നാം ആചരിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി പള്ളിയിൽ നിന്ന് അർപ്പിക്കപ്പെടുന്ന ഈ ദിവ്യബലിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേരളമൊട്ടാകെ ഒരു അപ്പൻ്റെ തിരുനാളാണ്. അതുകൊണ്ട് ഏത് മുക്കിനും മൂലയിലും നേർച്ച ഊണ് ഉണ്ടാകും. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ വസിക്കുന്നതിൻ്റെ അതിസുന്ദരമായ പ്രതീകമാണ് ഈ നേർച്ച സദ്യകൾ. ഈ ദിവ്യബലി നമ്മുടെ നാട്ടിൽ
സാഹോദര്യം പുലരാൻ വേണ്ടി പ്രത്യേകം അർപ്പിക്കാം. ദൈവപിതാവിൻ്റെ മക്കൾ എന്ന നിലയിൽ, ഈശോയുടെ വളർത്തുപിതാവായ യൗസേ പിതാവിൻ്റെ മക്കൾ എന്ന നിലയിൽ ഇവിടെയുള്ള എല്ലാവരും ജാതി മത ഭേദമന്യേ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാൻ വളരാൻ ആ കൃപയ്ക്ക് വേണ്ടിയാകട്ടെ ഇന്നത്തെ ദിവ്യബലിയിലെ മുഖ്യമായ നമ്മുടെ പ്രാർത്ഥന. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, പാപനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ
നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവ് തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വിശ്വസ്ത സംരക്ഷണത്തിന് അങ്ങ് ഭരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യത്താൽ അവയുടെ നിർവഹണം അങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കാൻ അനുഗ്രഹിക്കണമേ എന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് നാഥാനോട് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. കർത്താവെ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതി എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും.
അയാളുടെ വംശം അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. എന്നേക്കും നിലനിൽക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിൻ്റെ എല്ലാ സന്തതികൾക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല, അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെ എല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളിലെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവവചനമിതാ, ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. ഹല്ലേലൂയ. കർത്താവെ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവവചനമിതാ, ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട.
അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. യേശുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, രണ്ടു പേരെയാണ് ഈശോ അബ്ബാ എന്ന് വിളിച്ചിട്ടുള്ളത്. സ്വർഗത്തിലെ പിതാവിനെയും ഭൂമിയിലെ വളർത്തു പിതാവിനെയും. അബ്ബാ, ആ വിളി സുന്ദരമാണ്. ആ വിളി ഹൃദ്യമാണ്. ആ വിളി ഒരു പ്രഖ്യാപനവുമാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭൂമിയിൽ കണ്ട ഏറ്റവും തികഞ്ഞ നിഴലാണ് വിശുദ്ധ യൗസേപ്പിതാവ്. സ്വർഗത്തിലെ അപ്പൻ്റെ ഏറ്റവും തെളിഞ്ഞ ഭൂമിയിലെ പ്രതിഫലനമാണ്, കാഴ്ചയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനിയായ മനുഷ്യനാണ് യൗസേപ്പിതാവ്. ജ്ഞാനം നിറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം കണ്ടത് രണ്ടു കണ്ണുകളിലൂടെ മാത്രമല്ല. അദ്ദേഹത്തിന് സവിശേഷമായൊരു കാഴ്ചയുണ്ടായിരുന്നു. തികച്ചും പ്രത്യേകതയുള്ളൊരു കാഴ്ച. മേൽക്കാഴ്ച സ്വന്തമാക്കിയവനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഉറക്കത്തിൽ സ്വർഗത്തിൻ്റെ കാഴ്ചകൾ സ്വന്തമാക്കിയവൻ. സ്വർഗം ജ്ഞാനം പകർന്നു കൊടുത്തവൻ. 4 പ്രാവശ്യമാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ നിദ്രയിലുണർന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഉറങ്ങുന്നവരാണ്. പക്ഷേ ആ ഉറക്കങ്ങൾ നമുക്ക് ജ്ഞാനം സമ്മാനിക്കാറുണ്ടോ? നമ്മുടെ കാഴ്ചകൾ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ടുള്ള കാഴ്ചകൾ മാത്രമാണോ? ഒരു മനുഷ്യന് കാഴ്ചയുണ്ടായിരിക്കണം. അത് ബാഹ്യനേത്രങ്ങളുടെ കാഴ്ച മാത്രമല്ല, അത് ആന്തരികമായ ഒരു ഉണർവിൻ്റെ കാഴ്ച കൂടിയാണത്. ഒരു മൂന്നാം കണ്ണിൻ്റെ കാഴ്ചയാണത്. സ്വർഗം സമ്മാനിക്കുന്ന സ്വപ്നങ്ങളുടെ കാഴ്ചയാണത്. ഇതിനെയല്ലേ പിന്നീട് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത് 2 കൊറിന്തോസ് 5-7 അദ്ദേഹം പറഞ്ഞില്ലേ, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണ് നിരന്തരം തുറന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റേത്. വിശുദ്ധ യൗസേപ്പിതാവ് ജ്ഞാനിയായൊരു മനുഷ്യനായിരുന്നു. ജ്ഞാനിയായൊരു മനുഷ്യൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നോ, ഈ ഭൂമിയിലെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ പൗരൻ എന്ന നിലയിലുള്ള ധർമ്മങ്ങളൊക്കെ നിറവേറ്റുന്ന ഭൂമിയിലെ അധികാരങ്ങൾക്ക്
വിധേയപ്പെടുന്ന ഒരു ജ്ഞാനിയായ മനുഷ്യൻ. കണ്ടോ, സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ഭൂമിയിലെ നിയമങ്ങൾക്ക്, ഭൂമിയിലെ സംവിധാനങ്ങൾക്ക്, ഭൂമിയിലെ ചട്ടക്കൂടുകൾക്ക് ചേർന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ചക്രവർത്തിയുടെ വിളംബരം പുറപ്പെട്ടപ്പോൾ കണക്കെടുപ്പിനായി ദീർഘദൂരം താണ്ടി യൗസേപ്പ് സ്വന്തം നാട്ടിലേക്ക് പോന്നത്. നോക്കൂ, ഉന്നതത്തിൻ്റെ കാഴ്ചകളും ഭൂമിയുടെ കാഴ്ചകളും, സ്വർഗത്തിൻ്റെ ധർമ്മങ്ങളും ഭൂമിയുടെ ധർമ്മങ്ങളും അതിസുന്ദരമായി സമ്മേളിച്ച ഒരു വ്യക്തിത്വം, അതാണ് വിശുദ്ധ യൗസേപ്പിൻ്റേത്. രണ്ടാമതായി ഞാൻ പറയുന്നത്, ഉത്തമനായ ഒരു ഭർത്താവായിരുന്നു വിശുദ്ധ യൗസേപ്പ് എന്നാണ്. ബൈബിളിൽ വളരെ നിശബ്ദനായിട്ടാണ് യൗസേപ്പ് പിതാവിനെ നാം കാണുന്നത്. ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇല്ല. കാരണം എന്താ? ഈ മൈക്ക് സുന്ദരമായി അതിൻ്റെ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മൈക്ക് ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. എപ്പോഴാണ്? ഇത് ഹൗള് ചെയ്യാൻ തുടങ്ങുമ്പോൾ. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം ഹൗളിങ്ങുകൾ ഇല്ലാത്ത ജീവിതമാണ്. ഹൗളിംഗ് ഇല്ലാത്ത ജീവിതം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാ മറിയത്തോടു കൂടെയുള്ള വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം ഹൗളിംഗ് ഇല്ലാത്ത ജീവിതമാണ്. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ഗൗരവമായി ധ്യാനിക്കാൻ ഈ ഹൗളിംഗ് ചിന്ത തീർച്ചയായും ഒരു മാനദണ്ഡമായി തന്നെ നമ്മൾ എടുക്കണം. ഹൗളിംഗ് ഇല്ലാത്ത ജീവിതം. യൗസേപ്പ് കേൾക്കുന്നു മറിയം ഗർഭിണിയാണെന്ന്. എന്തൊരവസ്ഥയാണത്! നിങ്ങൾ ഓർക്കണം, യൗസേപ്പുമായി വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞിരുന്ന കന്യകയാണ് മറിയം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അച്ചാരക്കല്യാണം പോലെ, വിവാഹ നിശ്ചയം പോലെയുള്ള ഒരു ഏർപ്പാടല്ല അത് എന്ന് നമ്മൾ തിരിച്ചറിയണം. യഹൂദർക്ക് വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് നിയമത്തിൻ്റെ മുൻപിൽ. വിവാഹ നിശ്ചയം നടന്നതിനു ശേഷം ഇവരിൽ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ, ആ സ്ത്രീയാണ് മരിക്കുന്നതെങ്കിൽ അവൾ വിധവയായി കണക്കാക്കപ്പെടും. കണ്ടോ, അതുപോലുള്ള അവസ്ഥയാണ്. വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെയാണ് യഹൂദർക്കിടയിലെ വിവാഹ നിശ്ചയം. പിന്നീട് രണ്ടാം ഘട്ടം വരുന്നത് എപ്പോഴാണ്? അത് പിന്നീട് വിവാഹത്തിനുള്ള പുരുഷധനം കൊടുത്ത ഈ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുപോയി നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സാഘോഷം ആ വിവാഹ കർമ്മത്തിൻ്റെ ബാഹ്യമായ ആചാരങ്ങൾ നടത്തുക, ഒന്നിച്ചു ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാം ഘട്ടം. അപ്പോൾ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞ അവസ്ഥയിൽ മറിയം യൗസേപ്പിൻ്റെ ഭാര്യയെപ്പോലെ തന്നെയാണ്. പക്ഷേ താനറിയാതെ അവൾ ഗർഭിണിയായിരിക്കുന്നു എന്ന ആ അറിവ് അദ്ദേഹത്തെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചു കാണും. പക്ഷേ യൗസേപ്പ് എടുത്ത തീരുമാനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളിപ്പോൾ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചത്രേ. എങ്ങനെയാണാവോ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക? പരസ്യത്തിൽ ഉപേക്ഷിക്കുക, പരസ്യമായി ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ അർത്ഥമെന്താ? പബ്ലിക്കായിട്ട് വന്ന് നീതിപാലന മേഖലയിൽ വന്നിട്ട് യൗസേപ്പ് വന്ന് പറയണം, ദാ ഇവള് ഞാനുമായി വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞവളാണ്, പക്ഷെ ഞാൻ അറിയാതെ ഇവൾ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നു. അതുകൊണ്ട് മോശയുടെ നിയമമനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. ഇതാണ് പരസ്യമായി ഉപേക്ഷിക്കൽ. അർത്ഥമെന്താ? മറിയത്തിൻ്റെ മേൽ വലിയൊരു കൽക്കൂമ്പാരം
ഉയരും, അത്ര തന്നെ. എന്നാൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രണ്ടു സാധ്യതകളെ ഞാൻ കാണുന്നുള്ളൂ. ഒന്നുകിൽ ജോസഫ് നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചോദിക്കും, എന്തേ യൗസേപ്പ്? അറിഞ്ഞില്ലേ, അവൻ വിട്ടുകളഞ്ഞു. പിന്നെ മേരി, പിന്നെ കഥ പറച്ചിലാണ്. ഉടനെ എല്ലാവരും പറയും, ഓ, അവൻ എത്ര ഡീസന്റ് മനുഷ്യനാണെന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. എന്തൊരു മനുഷ്യനാണ് ആ യൗസേപ്പ്. കണ്ടോ, പഴി മുഴുവൻ യൗസേപ്പിന്. ഇനി അല്ല എങ്കിൽ രണ്ടാമത്തെ സാധ്യത എന്താണ്? അവിടെ തന്നെ നസ്രത്ത് തന്നെ മൂരാച്ചിയെ പോലെ കഴിയുക. ജോസഫേ, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി? നിങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാ? മനസ്സിലായോ? മൂരാച്ചിയെ പോലെ കഴിയുക. അപ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങും, ദേ അവനെന്തോ കുഴപ്പമുണ്ട് കേട്ടോ, മേരിയുടെ അവസ്ഥ ഇങ്ങനെയാ. അവനാണെങ്കിൽ ഇപ്പോൾ മൂരാച്ചിയെ പോലെ നടക്കാണ്ട്. എന്തൊരു മനുഷ്യനായി ജോസഫ്. പ്രിയപ്പെട്ടവരെ, ഹൗളിങ്ങുകളില്ലാതെ സ്വന്തം ഭാര്യയെ പരിഹാസ വിഷയമാകാൻ വിട്ടുകൊടുക്കാതെ പഴി മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറായുള്ള ഒരു ഭർത്താവിൻ്റെ ചിത്രമാണ് നീതിമാനായ ജോസഫിൻ്റെ ചിത്രം, അഥവാ കാരുണ്യവാനായ ജോസഫിൻ്റെ ചിത്രം. യേശുക്രിസ്തുവിൽ നീതിക്ക് ഒരു പുതിയ നിർവചനമുണ്ട്, അത് കരുണയാണ്. തന്നിലേക്കു തന്നെ സകല പഴിയുമേറ്റെടുത്ത് കുരിശിൽ ജീവൻ വെടിയുന്ന ഈശോ ഈ നീതിയുടെ നേർക്കാഴ്ചയാണ്, അഥവാ കാരുണ്യത്തിൻ്റെ നേർക്കാഴ്ചയാണ്. എങ്കിൽ അതിൻ്റെ ഒരു മുൻകാഴ്ചയായി നോക്കിക്കോളൂ വിശുദ്ധ ഔസേപ്പിതാവിനെ, ഉത്തമനായ ഭർത്താവ്. ഇനി ഉത്തമനായ പിതാവ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെയാണ് സ്വർഗം ഉണ്ണി ഈശോയെ ഏൽപ്പിച്ചിരുന്നതെങ്കിൽ, നമ്മുടെ കയ്യിലേക്കാണ് സ്വർഗം ഉണ്ണി ഈശോയെ ഏൽപ്പിച്ചിരുന്നതെങ്കിൽ എങ്ങനെ ഈ ഉണ്ണിയെ നമ്മൾ വളർത്തുമായിരുന്നു? ഒരുപക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഉണ്ണിയുടെ മുന്നിൽ കൈകൂപ്പി തലയും കുമ്പിട്ട് കിടന്നിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ ആ കുഞ്ഞിനെ, സ്വർഗത്തിൻ്റെ കുഞ്ഞിനെ വഷളാക്കി കളഞ്ഞേനെ. പക്ഷേ യൗസേപ്പിന് വ്യക്തമായി അറിയാം, സ്വർഗത്തിൻ്റെ പുത്രനാണ്, പരിശുദ്ധാത്മാവിൽ നിന്നും മറിയത്തിൽ ഉരുവായവനാണ്, ഇവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, കൃത്യമായി അറിയാം. പക്ഷേ മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇവൻ തച്ചനല്ലേ, ഇവൻ മരപ്പണിക്കാരനല്ലേ. യേശുവിനെ കുറിച്ച് നാട്ടുകാർ പറയുന്നതാ, ഇവൻ മരപ്പണിക്കാരനല്ലേ. പ്രിയപ്പെട്ടവരെ, ഈശോ മരപ്പണിക്കാരനാണെങ്കിൽ അതാര് പഠിപ്പിച്ചു കൊടുത്തു? ചിന്തിച്ചു നോക്ക്. വളർത്തുപിതാവായ യൗസേപ്പ്, തച്ചനായ യൗസേപ്പ് തൻ്റെ വളർത്തുമകനെ തച്ചനാക്കി വളർത്തി എന്നുള്ളതാണ്. ഉണ്ണി പിടിച്ചോളൂ കേട്ടോ, ദാ അർക്കവാളാണേ, സൂക്ഷിച്ച് പിടിക്കണം, മെല്ലെ, മെല്ലെ മെല്ലെ. കണ്ടോ, ആ കുഞ്ഞി കൈകളിലേക്ക് അറുക്കവാളിൻ്റെ അങ്ങേ തലക്കിൽ പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് വളരെ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, ജാഗ്രതയോടെ കുഞ്ഞിനെ പഠിപ്പിച്ചെടുത്ത വളർത്തുപിതാവ്. ഉണ്ണി പിടിച്ചോളൂ കേട്ടോ, ചിന്തേരിയ, മെല്ലെ സൂക്ഷിക്കണം, സാവധാനത്തിൽ. ഓ, നല്ല കാര്യം, നല്ല കൊച്ച്. പ്രിയപ്പെട്ടവരെ, തനിക്കുള്ളത്, തനിക്കറിയാവുന്നത്, തൻ്റെ കുഞ്ഞിനെ അത് സ്വർഗത്തിൻ്റെ പുത്രനാണ് എങ്കിൽ പോലും പഠിപ്പിച്ചു കൊടുത്ത് അധ്വാനത്തിൻ്റെ മഹത്വം ചെറുപ്പത്തിലേ തന്നെ കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കുന്ന പാരൻറ്റിങ്ങിൻ്റെ അതിസുന്ദരമായ ഒരു മാതൃകയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞത് 3 കാര്യങ്ങളാണ്. 1,
ഉത്തമനായ ഒരു ജ്ഞാനിയായ പൗരൻ, 2 ഉത്തമനായ ഒരു ഭർത്താവ്, 3 ഉത്തമനായ ഒരു പിതാവ്. ഇന്ന് മാർച്ച് 19 ഈ വിധ ധ്യാനങ്ങൾ, ഈ വിധ ചിന്തകൾ നമ്മെ എന്തിനു വേണ്ടിയാണ് നയിക്കുന്നത്? നാം സ്വർഗത്തിൻ്റെ കാഴ്ചകൾ സ്വന്തമാക്കുന്നവരാണോ? ജ്ഞാനികളാണോ? നമ്മുടെ രാഷ്ട്രത്തോടുള്ള കടമകൾ, ഉത്തരവാദിത്വങ്ങൾ അതെന്തൊക്കെയാണ്? നമ്മുടെ കുടുംബത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അത് നിറവേറ്റുന്നത്? മക്കളോടുള്ള ഉത്തരവാദിത്വങ്ങൾ, പാരൻറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെയൊക്കെയാണ്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പിതാവ് നമ്മുടെ മുന്നിൽ വലിയൊരു സ്കെയിലായി നിലകൊള്ളുകയാണ്, വലിയൊരു മാനദണ്ഡമായി നിലകൊള്ളുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെയും നമ്മുടെ പൗര ജീവിതത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും എല്ലാം നന്നായി അളക്കാൻ സഹായിക്കുന്ന ഒരു വളരെ സുന്ദരമായ നല്ല ഒരു മാതൃക, മാനദണ്ഡം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസ പ്രമാണത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതമനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സർവവിശുദ്ധിയുടെയും മകുടമായ നല്ല ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യാസികളെയും അനുഗ്രഹിക്കണമേ. കാലത്തിൻ്റെ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് അങ്ങേയ്ക്ക് അനുരൂപരായി സഭയെ നയിക്കുവാൻ മറ്റൊരു ക്രിസ്തുവായി മുറിയപ്പെടുവാനും വേണ്ട കൃപാവരങ്ങൾ അവരുടെ മേൽ ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ.
ഈശോയെ വളർത്തുവാൻ വേണ്ടി ആശാരിപ്പണി ചെയ്ത ജോസഫിനെ പോലെ ഞങ്ങളുടെ തൊഴിൽ മേഖലകളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം വിശ്വസ്തയോടെ നിർവഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നീതിമാനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തെയും എല്ലാ ഭരണാധിപന്മാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സമാധാനത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലൂടെ രാഷ്ട്രത്തെ നയിക്കുന്നതിനും മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും വളർച്ചയും ക്ഷേമവും ഐക്യവും ലക്ഷ്യം വെച്ച് വിവേകത്തോടെ ജനങ്ങളെ സേവിക്കുവാനും വേണ്ട കൃപാവരം നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് അകന്നുപോയ എല്ലാ മക്കളെയും അങ്ങേ ദിവ്യഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ കരങ്ങളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ ദൈവസ്നേഹം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവനും പുനരുത്ഥാനവുമായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാപമോചനവും സ്വർഗസൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ദയാപൂർവം കേട്ടുള്ളണമേ. ആമേൻ. ഹൃദയമാമൾ താരയിൽ കാഴ്ചയേകാൻ വന്നിതാ, തന്നിടുന്നു മുഴുവനായി സ്വീകരിക്കണമേ. ആബേലിൻ ബലി പോലെ ഫലമേറെയില്ലേലും മറിയത്തിൻ മനം പോലെ മഹിമയേതുമില്ലേലും കാഴ്ചയായി ഞങ്ങളെയും സ്വീകരിക്കണമേ. കാഴ്ചയായി ഞങ്ങളെയും സ്വീകരിക്കണമേ. ഹൃദയമാമൾ താരയിൽ കാഴ്ചയേകാൻ വന്നിതാ, തന്നിടുന്നു മുഴുവനായി സ്വീകരിക്കണമേ. നോവായി തീർന്നതിനെയും നോവുകൾ തന്നവരെയും തന്നിടുന്നു കാഴ്ചയായി കൈക്കൊള്ളണമേ.
രക്തത്തോടു ചേരും ഒരു തുള്ളി ജലകണം പോൽ ചേർക്കണേ. കണ്ണുനീരും ബലിയായി തീർന്നവനേ, ഹൃദയമാമൾ താരയിൽ കാഴ്ചയേകാൻ വന്നിതാ. തന്നിടുന്നു മുഴുവനായി സ്വീകരിക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനാം പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാമാതാവിൻ്റെ ഭർത്താവായി അങ്ങു നൽകിയ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിനുമേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു. അധീശന്മാർ ആരാധിക്കുന്നു. ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സെറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നന്ന് വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യ വിരുന്നിൽ ക്ഷണിതാക്കളാകുവോർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുശരീരം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ യൗസേപ്പിൻ്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഈ അൾത്താരയിൽ നിന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവം കാത്തുപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിസ്മയനീയമായ മാധ്യസ്ഥ്യത്താൽ പരിപോഷിതരാകാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്നും മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോടൊന്നിപ്പിക്കാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കാനും അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന്